നെക്സ്റ്റ് ആണ് നമ്മുടെ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സിനകത്ത് അടുത്തത് വരുന്നതാണ് എക്സ്പ്രഷൻസ്. ഓക്കെ, എക്സ്പ്രഷൻസിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് 3 എണ്ണമാണുള്ളത്. ആബ്സല്യൂട്ട് എക്സ്പ്രഷൻസ്, റിലേറ്റീവ് എക്സ്പ്രഷൻ, ആബ്സല്യൂട്ട് നോർ റിലേറ്റീവ്, രണ്ടും അല്ലാത്ത കേസ്. ഓക്കെ, അപ്പം ഇതാണ് എക്സ്പ്രഷൻസിൻ്റെ 3 ടൈപ്സ്. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നോർമലി അസംബ്ലേഴ്സിന് നമ്മൾ അലൗ ചെയ്യുന്ന എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഈ ഓപ്പറാൻസിൻ്റെ പ്ലേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഈ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഓപ്പറാൻസിന് പകരം നമുക്കിവിടെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അതൊരു സിംഗിൾ ഓപ്പറാൻഡ് വാല്യൂ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്രസ്സ് ആകാം. ഓക്കെ, അപ്പം ഇറ്റ് ഡിപ്പെൻസ്. അപ്പം നമുക്ക് ഒരു ഈ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അർത്ഥമാറ്റിക് ഓപ്പറേഷൻ അവിടെ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു എക്സ്പ്രഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ A+B, A-B, ഇതാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആൻ ഇക്വേഷൻ. A+B = 5 അല്ലെങ്കിൽ A+B = C എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ആൻ ഇക്വേഷൻ. പക്ഷേ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഈക്വൽ ടു സൈൻ വരത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ A × B അല്ലെങ്കിൽ A+B എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ആൻ എക്സ്പ്രഷൻ. അപ്പോൾ ഈ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ടോ ഓപ്പറൻറ്റ് വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേരിയബിൾസിനെ യൂസ് ചെയ്തിട്ടോ നമ്മളൊരു എക്സ്പ്രഷനെ യൂസ് ചെയ്യാൻ പറ്റും ഓപ്പറാൻ്റെ സ്ഥാനത്ത്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് എക്സ്പ്രഷൻസ്. അപ്പം നമ്മൾ ഒരു ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ആണ് പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വൽ ഓപ്പറൻറ്റ് ടേംസ് ആയിട്ട് ഏതൊക്കെ ഉപയോഗിക്കാം? ദാറ്റ് ഇസ് കോൺസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കാം, യൂസർ ഡിഫൈൻ സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ടേംസ് ആയിട്ട് യൂസ് ചെയ്യാം. കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 5 അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ വാല്യൂസ്, അതാണ് കോൺസ്റ്റൻസ്. 10, 20 എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്യും. ഇപ്പം 10 + A+10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ആൻ കോൺസ്റ്റന്റ് പ്ലസ് എൻ എക്സ്പ്രഷൻ, അല്ലേ? എന്നുവെച്ചാൽ ആ എക്സ്പ്രഷനുള്ളിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരുന്നു. യൂസർ ഡിഫൈൻ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ A+B രണ്ടും യൂസർ ഡിഫൈൻഡ് ആണ്. നമ്മൾ അതിനകത്ത് ആ എക്കും ബിക്കും എന്തെങ്കിലും വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ്. അപ്പോൾ യൂസർ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന വേരിയബിൾസ് ആണ് അതൊക്കെ. ഓക്കെ, ഇനി സ്പെഷ്യൽ ടേം എന്ന് പറയുന്നത് ദിസ് ഇസ് സ്റ്റാർ. ഓക്കെ, നമ്മൾ പഠിച്ചായിരുന്നു കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടർ കൊടുക്കുന്നതാണ് സ്റ്റാർ എന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ ടേം. ഓക്കെ, ഇതാണ് ഇൻഡിവിജ്വൽ ടേംസ് യൂസ്ഡ്. ഇതൊരു കോൺസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ സിമ്പിൾസ് ആകാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ടേംസ് ആകാം. ഓക്കെ, അപ്പം ഓൺലി സ്പെഷ്യൽ ടേം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ ആണ്. ഒരു എക്സാമ്പിൾ നോക്കിയേ, ബഫൻറ്റ് ഇക്യു സ്റ്റാർ എന്ന് പറയുമ്പോൾ ബഫൻറ്റിന് ഇപ്പം കറന്റ് ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത് അതിൻ്റെ അഡ്രസ് വാല്യൂ ആയിരിക്കും ബഫനിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ സം വാല്യൂസ് ഇൻ ദി ഒബ്ജക്ട് പ്രോഗ്രാംസ് ആർ റിലേറ്റഡ് ടു ദ ബിഗിനിങ് ഓഫ് ദി പ്രോഗ്രാം ആൻഡ് സം ആർ ആബ്സല്യൂട്ട്. അപ്പം ദർ ആർ 2 ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻസ്, ദാറ്റ് ഇസ് റിലേറ്റീവ് ആൻഡ് ആബ്സല്യൂട്ട് എക്സ്പ്രഷൻസ്. അപ്പം ചില ഒബ്ജക്ട് കോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ ബിഗിനിങ്ങിൽ തന്നെ ആയിരിക്കും അതിന്റെ വാല്യൂസ് നമുക്ക് മനസ്സിലാക്കുന്നത്, അതൊക്കെയാണ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ ആണെങ്കിൽ റിലേറ്റീവ് എന്ന് പറയാം. ആബ്സല്യൂട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്പ്രഷൻ, നമുക്കൊരു വേരിയബിൾ ആയിരിക്കും, നമുക്ക് മനസ്സിലാവത്തില്ല എന്നല്ല, മീൻസ് അതിന് നമുക്കൊരു സ്പെസിഫിക് ലൊക്കേഷൻ ആയിരിക്കും, പ്രോഗ്രാം ലൊക്കേഷൻ ആയിരിക്കും നമ്മൾ പറയുന്നത്. വെച്ചാൽ ഒരു വേരിയബിൾ ആയിരിക്കും ആ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. തിരിഞ്ഞു പോയെന്ന് അറിയത്തില്ല. റിലേറ്റീവ് എന്ന് ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കേട്ടോ, റിലേറ്റീവ് അല്ല. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ വേരിയബിൾസ് ആയിരിക്കും, ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആയിരിക്കും കേട്ടോ. നേരത്തെ തിരിഞ്ഞു പോയി എന്ന് തോന്നുന്നു. ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെക്കുവാണെങ്കിൽ അതാണ് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്, പേര് പോലെ തന്നെ. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം പ്രീ ഡിഫൈൻഡ് ആകണം എന്ന് ഇല്ലതാനും. എക്സ്പ്രഷൻസ് ആർ ക്ലാസിഫൈഡ് ആസ് ഐദർ ആബ്സല്യൂട്ട് എക്സ്പ്രഷൻ ഓർ റിലേറ്റീവ് എക്സ്പ്രഷൻ. എന്നിട്ട് മൂന്നാമത്തെ കേസാണ് നൈദർ ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ്. അപ്പം അങ്ങനത്തെ കേസിൽ ആബ്സല്യൂട്ടും അല്ല റിലേറ്റീവും അല്ലെങ്കിൽ ദാറ്റ് ഈസ് അനദർ ടൈപ്പ്. ഓക്കെ, ഇനി ആബ്സല്യൂട്ട് എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എക്സ്പ്രഷൻസ് ദാറ്റ് യൂസസ് ഓൺലി ആബ്സല്യൂട്ട് ടേംസ് ആസ് കോൾഡ് ആബ്സല്യൂട്ട് എക്സ്പ്രഷൻ. ആബ്സല്യൂട്ട് ടേംസിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ദേ മേ കണ്ടെയ്ൻ റിലേറ്റീവ് ടേം പ്രൊവൈഡഡ് ദ റിലേറ്റഡ് ടേംസ് ഒക്കർ ഇൻ എ പെയർ വിത്ത് ഓപ്പോസിറ്റ് സൈൻസ് ഫോർ ഈച്ച് പെയർ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആബ്സല്യൂട്ട് ടേംസ് പറയുവാണെങ്കിലും അവരെ റിലേറ്റീവ് ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ എന്താണ് കണ്ടീഷൻ? അത് ഓപ്പോസിറ്റ് സൈൻസിലായിരിക്കണം പെയർ ആയിട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ A-B എന്ന് പറയുമ്പം A എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ, B എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് വാല്യൂ ആയിട്ട്, എന്ന് വെച്ചാൽ A-B എന്ന് കൊടുക്കാൻ പറ്റും. അവർ തമ്മിൽ രണ്ട് ടേംസിനെ പെയർ ആക്കി വെക്കുമ്പോൾ, ഒരു എക്സ്പ്രഷൻ എഴുതുമ്പോൾ ടേംസ് രണ്ടെണ്ണം വേണമല്ലോ, ആ പെയർ ആയിട്ട് വെക്കുമ്പോൾ ദേ ബോത്ത് ഷുഡ് ഹാവ് എൻ ഓപ്പോസിറ്റ് സൈൻ.
ഓക്കെ, എന്നാൽ മാത്രമേ ആ എക്സ്പ്രഷൻ വാലിഡായി റിലേറ്റഡ് ടേം എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആബ്സൊല്യൂട്ട് എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എക്സാമ്പിൾ നോക്കിക്കേ. മാക്സ് ലെങ്ത് ഇക്വേറ്റ് ബഫൻ മൈനസ് ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? ബഫൻഡ് മൈനസ് ബഫർ എന്നാണ് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഇസ് ആൻ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് അഡ്രസ്സുകളായിരിക്കും, അത് തമ്മിൽ മൈനസ് ചെയ്യുന്നത് കിട്ടുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് മാക്സിമം ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ എവിടൊക്കെ ഞാൻ അത് യൂസ് ചെയ്യുന്നു, മാക്സിമം യൂസ് ചെയ്യുന്നു, അവിടെ ആ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. ഇൻ ദ അബവ് ഇൻസ്ട്രക്ഷൻ ദ ഡിഫറൻസ് ഇൻ ദ എക്സ്പ്രഷൻ ഗീവ്സ് എ വാല്യൂ ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ലൊക്കേഷൻ ഓഫ് ദി പ്രോഗ്രാം ആൻഡ് ഹെൻസ് ഗീവ്സ് എൻ ആബ്സൊല്യൂട്ട് വാല്യൂ. ഓക്കെ, ദ എക്സ്പ്രഷൻ ക്യാൻ ഹാവ് ഓൺലി ആബ്സൊല്യൂട്ട് ടേംസ്. ആബ്സൊല്യൂട്ട് ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് റിലേറ്റീവ് ടേം ആയിട്ട് എഴുതുമ്പോഴാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ആബ്സൊല്യൂട്ട് എക്സ്പ്രഷനെ റിലേറ്റീവ് ടേം ആയിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. ഇനി ആബ്സൊല്യൂട്ട് ടേംസിനെ കറക്റ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ആബ്സൊല്യൂട്ട് ടേംസ്. ഇനി റിലേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ദേ ക്യാൻ all the related terms except one can be paired. The remaining unpaired related term must have a positive sign. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഇതിനെ എടുക്കുമ്പോൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഈ എക്സാമ്പിളിനകത്ത് നമുക്ക് ഇതിനെ ഒരു ടേം ആയിട്ട് എടുത്തു. ഓക്കെ, മറ്റേ ടേം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈൻ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കും അതിന്റെ റൂള്. ഓക്കെ, നമ്മൾ പെയർ ചെയ്യുമ്പോൾ അതിനെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ആബ്സൊല്യൂട്ടിൽ നമ്മുടെ ഈ എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ യൂസ് ചെയ്യാൻ പറ്റില്ല. റിലേറ്റീവ് ടേംസിൽ നമുക്ക് ഒരിക്കലും മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ആബ്സൊല്യൂട്ട് എക്സ്പ്രഷനിൽ തന്നെ നൺ ഓഫ് ദി റിലേറ്റീവ് ടേംസ് enter into none of the related terms enter into multiplication or division. എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം മൈനസോ പ്ലസോ ഒക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലസ് യൂസ് ചെയ്യുമ്പോഴും അവിടെ പെയർ ചെയ്യുന്ന സമയത്ത് പ്രശ്നം വരും. എന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് പ്ലസ് യൂസ് ചെയ്യാം, പക്ഷെ അതേ സമയത്ത് ബഫൻഡ് പ്ലസ് ബഫർ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടും പോസിറ്റീവ് സൈൻസ് ആണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ഓപ്പോസിറ്റ് ആയിരിക്കണം, പെയർ ചെയ്യുമ്പോൾ ഒരെണ്ണം ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പം എ പ്ലസ് ബി എന്ന രീതി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എ മൈനസ് ബി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇൻ കേസ് പ്ലസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ദ റിമൈനിങ് അൺപെയർഡ് റിലേറ്റീവ് ടേം മസ്റ്റ് ഹാവ് ദി പോസിറ്റീവ് സൈൻ. ഓക്കെ, നമ്മൾ പെയർ ചെയ്തിട്ട് വരുമ്പോൾ ഇതിനെ നമുക്ക് ചിലപ്പോൾ ഒരു വാല്യൂ കിട്ടും, അതിൻ്റെ കൂടെ ഈ ഒരു എക്സ്പ്രഷന്റെ കൂടെ മറ്റേ ടേം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. ദ റിലേറ്റീവ് ടേം റെപ്രസെന്റ് സം ലൊക്കേഷൻ വിത്തിൻ ദി പ്രോഗ്രാം. അപ്പൊ ഏതെങ്കിലും ലൊക്കേഷൻ ആണ് റിലേറ്റീവ് എക്സ്പ്രഷനിൽ കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും അല്ലാത്ത കേസിലാണ് ആബ്സൊല്യൂട്ട് ഓർ റിലേറ്റീവ് എന്ന് പറയുന്നത്, നൈദർ ആബ്സൊല്യൂട്ട് ഓർ റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു നമ്മൾ ഒരു എക്സ്പ്രഷൻ ദാറ്റ് ആർ ലീഗൽ എന്ന് പറയുന്നത് ആർ ദോസ് എക്സ്പ്രഷൻ ഹൂസ് വാല്യൂസ് റിമെയിൻ മീനിങ്ഫുൾ വെൻ ദ പ്രോഗ്രാം ഇസ് റീലൊക്കേറ്റഡ്. എക്സ്പ്രഷൻസ് ദാറ്റ് ഡു നോട്ട് മീറ്റ് ദി കണ്ടീഷൻസ് ഓഫ് ദി ആബ്സൊല്യൂട്ട് ഓർ റിലേറ്റീവ് ആർ കോൾഡ് നൈദർ ആബ്സൊല്യൂട്ട് ഓർ റിലേറ്റഡ്. എന്ന് പറഞ്ഞാൽ രണ്ടു കണ്ടീഷൻസും വരാത്ത കേസുകളെയാണ് നമ്മളിങ്ങനെ പറയുന്നത്. അതിനെ നമ്മൾ ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ദേ ആർ കോൾഡ് എറേഴ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബഫൻ പ്ലസ് ബഫർ, ഇത് തെറ്റാണ്. കാരണം എന്താണ്, ഒരെണ്ണം ഓപ്പോസിറ്റ് സൈൻ വരണമായിരുന്നു. ഓക്കെ, രണ്ടും പ്ലസ് ആണ്. പിന്നെ 100 മൈനസ് ബഫർ എന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 1 ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് അതർ ഇസ് എന്താണ്, ഒരു അഡ്രസ് ആണ്. ഇനി അടുത്ത എന്താണ്, 3 into ബഫർ, അതും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരെണ്ണം കോൺസ്റ്റന്റ് വാല്യൂ. അപ്പം ഇത് റൂൾസിൽ വരുന്നതാ. ഓക്കെ, നമ്മൾ അങ്ങനെ കൊടുക്കുമ്പം ഇത് ഒരു ആബ്സൊല്യൂട്ടും അല്ല റിലേറ്റീവും അല്ലാത്തൊരു എക്സ്പ്രഷൻ ആണ് ഇവിടെ. കാരണം മറ്റടുത്ത് പറയുന്നുണ്ട് രണ്ടും ഇതൊരു നമ്മളൊരു കോൺസ്റ്റന്റ് വെറുതെ ഒരു കോൺസ്റ്റന്റ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അത് തന്നെ ആബ്സൊല്യൂട്ട് എന്ന് പറയുന്നു. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ അഡ്രസ് വാല്യൂസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് എന്താ പറയാ, നൈദർ ആബ്സൊല്യൂട്ട് ഓർ റിലേറ്റീവ്, സോ ദേ ആർ റോങ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിനെ എക്സ്പ്രഷനെ ഹാൻഡിൽ ചെയ്യുന്നത്? ടു ഫൈൻഡ് ദി ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് വി മസ്റ്റ് കീപ് ട്രാക്ക് ദി ടൈപ്പ് ഓഫ് സിമ്പിൾസ് യൂസ്ഡ്. ഓക്കെ, അപ്പം ഈ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെക്കണം. അപ്പം അതിനു വേണ്ടി സിമ്പിൾ ടേബിളിൽ നമ്മൾ ഇത് കീപ്പ് ചെയ്യും. അപ്പം ഡിഫൈൻ ദി ടൈപ്പ് ഇൻ ദി സിമ്പിൾ ടേബിൾ അഗെയിൻസ്റ്റ് ഈച്ച് ഓഫ് ദി സിമ്പിൾ ഇസ് ഷോൺ ഇൻ ദി ടേബിൾ. അപ്പം ഈ ടേബിളിൽ സിമ്പിൾ ടേബിളിൽ ഏതൊക്കെ സിമ്പിൾസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളതും അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ അഡ്രസ്സ്. ഇപ്പം ഈ മാക്സ് ലൈൻ എന്ന് പറയുന്നത് ഒരു ആബ്സൊല്യൂട്ട് വാല്യൂ ആണ്. ഓക്കെ, അപ്പം അത് ആബ്സൊല്യൂട്ട് ആയതുകൊണ്ട് എ എന്ന് കൊടുത്തത്, ബാക്കിയെല്ലാം റിലേറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് അതിനെല്ലാം അഡ്രസ്സുകളാണ് വാല്യൂ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ
എക്സ്പ്രഷൻസ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്